അപ്പൊ ഒരുപാട് ബ്രേക്ക് കിട്ടിയിട്ടുള്ള ഒരാളാണ്. ഈ കപ്പാപ്പുഴുക്ക് പാട്ടൊക്കെ അമൽനീരത്തിന്റെ അടുത്ത് പറയുമ്പോഴേ ഫുള്ളി എക്സ്പെക്ട് ചെയ്തൊരു സാധനം തന്നെയായിരുന്നോ തിരിച്ചു കൊടുത്തത്? കപ്പപ്പുഴുക്ക് നമ്മൾ ഞാൻ ആദ്യം കേൾപ്പിച്ച കാര്യം തന്നെ, പാട്ടുകൾ ഓൾമോസ്റ്റ് എല്ലാം ആദ്യം കേൾപ്പിച്ച കാര്യങ്ങൾ തന്നെ ഇഷ്ടപ്പെട്ടു. ഈ നമ്മുടെ ആ മെലഡി ഉണ്ടല്ലോ, കാർമുകിൽ മാത്രമാണ് രണ്ടാമത്തെ ഓപ്ഷൻ. ആദ്യത്തെ ഓപ്ഷൻ അമലിന് ഇഷ്ടപ്പെട്ടിരുന്നു. എന്നിട്ട് പറഞ്ഞു ഒരു എന്തോ ഒന്നും കൂടെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ, വേറൊരു ഓപ്ഷൻ ട്രൈ ചെയ്യണമെങ്കിൽ രാഹുലിന് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ, പക്ഷെ ഇതെനിക്ക് ഓക്കെ ആണ്, എന്നാലും നിങ്ങൾക്ക് വേണം. അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ വിചാരിക്കണ ഡയറക്ടർക്ക് പൂർണ്ണമായിട്ട് ഓക്കെ ആയിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ അതവിടെ കിടക്കട്ടെ, അതവിടെ കിടക്കട്ടെ, വേറെ ഒരെണ്ണം നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് കാർമുകിലേക്ക് എത്തിയത്. അത് ഒഴിച്ചു ബാക്കി എല്ലാം വാസ് വെരി ഫസ്റ്റ് ഓപ്ഷൻ തന്നെ അമലിന് ഇഷ്ടപ്പെടുകയാണ് ചെയ്തത്. കപ്പപ്പുഴുക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതിന്റെ ഹുക്ക് ഉണ്ടല്ലോ, അത് കപ്പപ്പുഴുക്ക് അങ്ങനെ തന്നെയാണ് പാടി വെച്ചിരുന്നത്. ലിറിക്സ് ഒക്കെ വരുന്നതിന് മുമ്പേ നമ്മൾ നരകത്തിലേക്ക് പോകുന്ന പാട്ടാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ലിറ്ററലി ഞാൻ അന്ന് ഇത് പാട്ട് ഇറങ്ങിയ ദിവസം നമ്മുടെ ലുലു മോളില്ലേ, ലുലു മോളിന്റെ അടുത്ത് ആ സമയത്ത് ഏതോ കുറെ തട്ടുകടകളുള്ള ഒരു ഏത് സ്പേസ് ഉണ്ടായിരുന്നു. അവിടെ പോയി കപ്പ ബിരിയാണി കഴിച്ചു ഈ ഒരു വൈബിന് വേണ്ടി. ലിറ്ററലി അതൊക്കെ നമ്മള് ആ സമയത്ത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മള് അസിസ്റ്റന്റ് പിള്ളേരുടെ കൂടെ നമ്മൾ കഴിക്കാനൊക്കെ പോകുന്നത് ഇങ്ങനെയുള്ള ജോയിന്റ്സിലൊക്കെ പോയിട്ടാണ് കഴിക്കുക. ഫുഡ് ജോയിന്റ്സിലൊക്കെ പോയിട്ട് തട്ടുകടയിലൊക്കെ പോയി കഴിക്കും. ഈ ഒരു സാധനം മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ആളുകൾക്ക് പെട്ടെന്ന് റിലേറ്റബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഡസന്റ് നീഡ് ടു ബി ഡയറക്ട്ലി കണക്റ്റഡ് വിത്ത് ദ സോങ്. പക്ഷെ ഈവൻ ഇപ്പൊ ഈ പറഞ്ഞ നരകമാണ് ബെറ്റർ എന്ന് പറയുന്ന ഒരു പാട്ടാണത്. ഓഫ് കോഴ്സ് നമ്മുടെ ചങ്കുകളൊക്കെ നരകത്തിലാണ്, പിന്നെ എന്തിനാണ് നമ്മൾ സ്വർഗത്തിലേക്ക് പോകുന്നത്? സ്വർഗത്തിൽ വെറുതെ ബോറിങ്, അത് ആട്ടിടേനാരോ ഒരാരോ ആടുകളെ മേച്ചുകൊണ്ടൊക്കെ നടക്കുന്നത്, ഇപ്പുറത്തെ പബ്ബാണ് എന്ന് പറഞ്ഞൊരു അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു. നമ്മൾ ചിന്തിച്ചത് അങ്ങനത്തെയൊക്കെയുള്ള തോട്ടുകളായിരുന്നു. പണ്ട് ചെറുപ്പത്തിൽ നമ്മുടെ അടുത്ത് ചോദിക്കൂലേ, തെറ്റ് ചെയ്യരുത്, തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലുതായാൽ നരകത്തിൽ പോകും. അപ്പൊ വേറെ ഏതൊരു സ്ഥലത്ത് നരകത്തിൽ പോയാൽ ബിരിയാണി ഒക്കെ കിട്ടും. അത് ഇത് ഞാനിപ്പോ പറഞ്ഞു വന്ന പോയിന്റ് ഇതാണ്. ഞാൻ പറഞ്ഞു ചിലപ്പോ അവിടെ ഈ കപ്പപ്പുഴുക്കൊക്കെ കൊടുക്കുമായിരിക്കും, അല്ലെങ്കിൽ മറ്റേ കപ്പയും ബീഫൊക്കെ കൊടുക്കുമായിരിക്കും. അപ്പൊ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു തോട്ടിലേക്ക് വന്നത്. അത് വാസ് വെരി ഓർഗാനിക്കലി നടന്നൊരു കാര്യമാണ്. പിന്നെ അണ്ണൻ തമ്പിയിലേക്ക് വരുവാണെങ്കിൽ വേറൊരു ടൈപ്പ് ഓഫ് അണ്ണൻ തമ്പി ആ ഒരു ഇതില് അതും എങ്ങനെയായിരുന്നു? അതൊരു വലിയൊരു ബ്രേക്ക് അതൊരു ആയിരുന്നു. അതുപോലെ തന്നെ അൻവറിന്റെ പടമാണ്. അതിൽ ആ പാട്ടില് ബിച്ചു തിരുമല സാറാണ് ലിറിക്സ് എഴുതിയത്. അതിൽ നമ്മളുടെ മുമ്പിലുള്ള ഒരു മാതൃക ഉണ്ടായിരുന്നു. രണ്ടു പേര് ഫൈറ്റ് ചെയ്യുന്നു, വേർബലി അങ്ങോട്ടും ഇങ്ങോട്ടും പാട്ടൊക്കെ പാടി അക്ഷര ശ്ലോകമൊക്കെ ചൊല്ലി പാടുന്ന വഴക്കുണ്ടാക്കണ പോലെ വിത്ത് വേർഡ്സ് അല്ലെങ്കിൽ സിംഗിങ് വെച്ച് അല്ലെങ്കിൽ ഒരു ഫാസ്റ്റ് ലിറിക്സ് വെച്ചിട്ടുള്ള ഒരു ഫൈറ്റ്. അപ്പൊ നമ്മുടെ മുമ്പിലുള്ള ആകെ ഒരു മാതൃകയുണ്ട്, ഏതാണ്? പടകാളി. ആകെയുള്ള മാതൃക ഏതാണ്? ഈ ഒരു ഇങ്ങനത്തെ ഒരു പാട്ട്. പടകാളി ഈസ് മെയ്ഡ് ബൈ ലെജൻഡ്സ്. അപ്പൊ നമ്മൾ ഈ പുതിയ വന്നിരിക്കുന്ന ആളുകൾക്ക് നമുക്ക് അങ്ങനത്തെ ഒരു സാധനം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ഏകദേശം ആ ഒരു വൈബുള്ളൊരു പാട്ടുണ്ടാക്കണം എന്ന് തന്നെയായിരുന്നു നമ്മൾ ചിന്തിച്ചത്. അങ്ങോട്ടും ഇങ്ങോട്ടും അത് മറ്റേ ഞാൻ അഡാപ്റ്റ് ചെയ്തത് അത് അഡാപ്റ്റ് ചെയ്തത് ഐഗിരി നന്ദിനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദേവി സ്തോത്രമുണ്ട്, സ്തുതിയുണ്ട്. അതിന്റെ ഒരു ഐഡിയലാണ്. കാരണം അത് രൗദ്രഭാവത്തിലുള്ളതാണ്. അപ്പൊ ഇറ്റ്സ് വെരി ഫിയറി, ഭയങ്കര ഒരു പവർ, യുദ്ധത്തിന് പോകുന്ന അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള ഡീമൺസിനെ നശിപ്പിക്കുന്ന ഒരു മൈൻഡ് സെറ്റ്, അങ്ങനത്തെ ഒരു പാട്ടാണ്. അപ്പൊ ഈ പാട്ടിന് ആ വൈബ്, രൗദ്രഭാവം നമുക്ക് ഈ പാട്ടിലേക്ക് കൊണ്ടുവന്നാൽ ഇവരുടെ രൗദ്രത്തിലേക്ക് അത് കൊണ്ടുവരാൻ പറ്റും. ഇതെല്ലാം ഈ ഐഡിയ ഒക്കെ ഞാൻ ബിച്ചു സാറായിട്ടും ഷെയർ ചെയ്തു. ഇതാ ഞാൻ മ്യൂസിക് ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെയുള്ള ഐഡിയാസ്. അപ്പോൾ പറഞ്ഞു ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടുപേര് തമ്മിലുള്ള ഫൈറ്റ്സ് അല്ലേ, അതിൽ അണ്ണനും തമ്മിൽ നമ്മൾ ഫൈറ്റും. അപ്പൊ ഓക്കെ, പാണ്ഡവനും കൗരവരും തമ്മിലുള്ള ഫൈറ്റ് ആക്കാം. വാട്ട് ഹി റോട്ട് എൻറ്റയർലി വാസ് വെരി ഫിലോസഫിക്കൽ. പാട്ട് ലിറിക്സ് എത്ര പേര് അത് ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് അറിയത്തില്ല, പക്ഷെ അതിലെ ലിറിക്സ് മുഴുവൻ ഇറ്റ്സ് ഓൾ അബൌട്ട് പാണ്ഡവര് കൗരവര് തമ്മിലുള്ള ഇതിനെ പറ്റിയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ലിറ്ററലി എനിക്ക് തോന്നുന്നു ഇറ്റ്സ് എ വെരി എന്താ പറയാ അണ്ടർ റേറ്റഡ് മാസ്റ്റർ പീസ്. ലിറിക്കലി ഉണ്ട്, ഞാൻ മ്യൂസിക്കലി ഒന്നും അല്ല പറയണത്, ലിറിക്കലി ഇറ്റ്സ് എ അണ്ടർ റേറ്റഡ് മാസ്റ്റർ പീസ് ആണ്. ബിച്ചു സാറിന്റെ ഒരു കിടിലൻ വർക്കാണ്. ഇതുപോലെ സാറ് പറഞ്ഞ പോലെ ഭയങ്കര രൗദ്രഭാവത്തിൽ വന്നിട്ട് പിന്നെ അണ്ണൻ തമ്പി എന്നുള്ളൊരു വേറൊരു സാധനം. അതെ അതെ അതെ, അണ്ണൻ തമ്പിയാണല്ലോ. അണ്ണൻ തമ്പിനെ പിന്നെ ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുക, കൂട്ടുകാരൊക്കെ. ഈ രണ്ടുപേർക്ക് ഗ്യാങ് ഉണ്ട്. ഇപ്പുറത്ത് കുറെ സിദ്ദിഖും അങ്ങനെ ഒരു ഗ്യാങ്, ഇപ്പുറത്ത് സുരാജും അങ്ങനെ വേറൊരു ഗ്യാങ്. ഇവര് അവരുടെ ചിയർ ബോയ്സ് ആണ്, ചിയർ ലീഡേഴ്സ് ആണ്. അപ്പൊ ഇവരുടെ ഫൈറ്റിനിടയിൽ അവരെ സെലിബ്രേറ്റ് ചെയ്യണം. അതാണ് അണ്ണൻ തമ്പി എന്ന് പറയുന്ന സംഭവം. എല്ലാ പാട്ടുകളിലും ഇങ്ങനെ ഒരു ഹുക്ക് കണ്ടുപിടിക്കാൻ ശ്രമിക്കാറുണ്ട്. ഓഫ് കോഴ്സ്, ഹുക്ക് ഓൾസോ റിലേറ്റഡ് ടു ദ മൂവി, കണക്ട് ചെയ്തൊരു ഹുക്ക് ആയിരിക്കുക. പിന്നെ അത് ആളുകൾക്ക് എവിടേക്കോ ഈസിലി റിലേറ്റബിൾ ആയിട്ടുള്ള വാക്കുകളൊക്കെ വരിക എന്നുള്ളൊരു സാധനമുണ്ട്.
അത് എപ്പോഴാണെങ്കിലും എവിടെയെങ്കിലും ഒക്കെ അത് കുത്തി കയറിക്കോളും, കൊണ്ട് കയറിക്കോളും. ഇപ്പൊ 2007, 2008 ആ ഒരു കാലഘട്ടത്തില് ഒരുപാട് ബ്രേക്ക് കിട്ടിയ ഒരു സമയമായിരുന്നു. പിന്നെ ഓരോ വർഷം എടുക്കുമ്പോ ഒരു സിനിമ, 2 സിനിമ ആ രീതിയിലൊക്കെ ചെയ്തിട്ടുള്ളൂ. പിന്നെ കുറച്ചു കാലം എവിടെയും കണ്ടില്ല. പിന്നെ എസ്ര വന്നു, അതില് ലൈലാഗമേ എന്നുള്ള ഒരു പാട്ട് വന്നു. പിന്നെ വീണ്ടും ചെറിയൊരു ബ്രേക്ക് എടുത്തു. എവിടെയാണ് താങ്കൾ ബ്രേക്ക് എടുത്തിട്ട് പോയത്? ഞാൻ പഠിക്കാൻ മാസ്റ്റേഴ്സ് എടുക്കാൻ പോയതാണ് ബെർക്ക്ലി കോളേജ് ഓഫ് മ്യൂസിക്കിൽ. അത് കുറെ നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു. ഞാനിത് കുറെ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ വലിയ പരത്തി പറയുന്നില്ല, പെട്ടെന്ന് പറയാം. അത് കുറെ നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഐ വാണ്ടഡ് ടു സ്റ്റഡി ഫിലിം സ്കോറിംഗ് ആൻഡ് കണ്ടക്ടിങ്. അതിന്റെ ഒരു മാസ്റ്റേഴ്സ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ക്രാഫ്റ്റ് പഠിക്കേണ്ട അടുത്ത് തന്നെ പോയി പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ ബ്രേക്കിനൊക്കെ ഉപരി ഐ വാസ് പ്രോബബ്ലി തിങ്കിങ് ചിലപ്പോൾ ഇതിന് ശേഷം ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല ശശിയെ എന്ന് പറയുന്നൊരു മൈൻഡ് സെറ്റിലാണ് ലിറ്ററലി ഞാൻ പോയത്. ഒരു പക്ഷെ വരേണ്ടി വന്നില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഞാൻ എനിക്ക് ചെയ്യാനുള്ള രീതിയിൽ ഇഷ്ടമുള്ള കുറെ രീതിയിലുള്ള കുറെ പാട്ടുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തട്ടകത്തിലല്ല ഞാൻ ജനിച്ചു വളർന്ന ഒരു സ്പേസിൽ ഐ ഹാവ് ഡൺ ഇനഫ് എന്ന് എനിക്ക് അപ്പം തോന്നി. അപ്പൊ ഇനിയിപ്പോൾ അവിടെ നിന്ന് മാറി വേറൊരു രീതിയിലേക്ക് ഒരു ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നാൽ പോലും ഐ വാസ് ഫൈൻ ആക്ച്വലി. ഞാനത് ഓക്കെ ആയിരുന്നു. അപ്പോൾ പക്ഷെ അത് പിന്നീട് മരക്കാറ് സംഭവിച്ചു. അങ്ങനെയാണ് അത് തിരിച്ചു വരിക എന്നുള്ളൊരു തോട്ടിലേക്ക് പോയത്. അല്ലെങ്കിൽ ഞാനൊരു പക്ഷേ ആ ഗ്രൂപ്പിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ചെയ്ത പോലെ ഒരു US ലോസ് ആഞ്ചലസിലേക്ക് എല്ലാവരും മിക്കവരും ഷിഫ്റ്റ് ആവും. എന്നിട്ട് അവിടെ ഏതെങ്കിലും സ്റ്റുഡിയോസിലേക്ക് അസിസ്റ്റന്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യും കുറച്ചാൾ. പിന്നെ പതുക്കെ ഇൻഡിപെൻഡന്റ് അങ്ങനെയൊക്കെയുള്ള വേറൊരു പ്രോസസ്സിലേക്ക് പോയാണ്. ബട്ട് ഇറ്റ് ഇസ് അഗെയിൻ നമ്മൾ വീണ്ടും ഒന്നിന്ന് തുടങ്ങുന്ന പോലെ തന്നെയാണ്. അവിടെ ആരും ഒന്നും എടുത്തു വെച്ചിട്ടൊന്നുമില്ല. ചിലപ്പോൾ അവിടെ പോയിട്ട് സ്റ്റുഡിയോയിൽ കിട്ടുന്ന ജോലി കോഫി മേക്കർ ആയിട്ടായിരിക്കും, പറയാൻ പറ്റില്ല. അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ പണികളും ചെയ്യേണ്ടി വരും പക്ഷേ അല്ലേ. അപ്പോൾ ഐ വാസ് റെഡി ഫോർ ഓൾ ദാറ്റ്. ഐ വാസ് ഫൈൻ. അത് ചിലപ്പോൾ നമ്മളെപ്പോഴും ഈ അഡ്വഞ്ചേഴ്സിന് വേണ്ടി ചിന്തിച്ചാൽ മാത്രമേ നമുക്കൊരു കാര്യം കണ്ടുപിടിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മുടെ കംഫർട്ടായിട്ടുള്ള ഏറ്റവും നമ്മൾ സുഖമായിട്ടിരിക്കുന്ന സ്പേസിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ സുഖമായിട്ടിരിക്കും. അവിടെ അങ്ങ് അടിഞ്ഞു പോവുള്ളൂ. അവിടെ ഇരുന്നങ്ങ് അമങ്ങി അവിടെ നിന്ന് അനങ്ങാൻ പറ്റാത്ത പോലെ ഇപ്പം. ബിക്കോസ് വി ആർ കംഫർട്ടബിൾ. നമുക്ക് എപ്പോഴാണ് നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുന്നത്, ലൈക്ക് വെൻ വി കാൺട്ട് സ്ലീപ്പ് ബിക്കോസ് വി ഹാവിൻറ്റ് അക്കംപ്ലിഷ്ഡ് വാട്ട് വി വാണ്ട്, അവിടെയാണ് നമ്മളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ അങ്ങനെ വിശ്വസിക്കും. അപ്പോൾ ഒരിക്കലും ഞാൻ എപ്പോഴും എല്ലാ ദിവസവും ആഫ്റ്റർ ഒരു ആളുകൾ ഉറങ്ങുന്ന ഒരു സമയത്തിന് ശേഷം ഐ വിൽ ഓൾവേസ് സ്പെൻഡ് അറ്റ്ലീസ്റ്റ് കപ്പിൾ ഓഫ് അവേഴ്സ് സ്റ്റഡിങ്. അത് എല്ലാ ദിവസവും എവറി ഡേ, ഈവൻ ടുഡേ. ഇന്നും അല്ലെങ്കിൽ ചിലപ്പോൾ ചില ദിവസങ്ങൾ കൂടുതൽ വർക്ക് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പോകും. എന്നാൽ പോലും അത് മാറ്റി വെച്ചിട്ട് ഞാൻ ഇതൊന്നും അല്ലാത്ത എൻ്റെ എന്തിനാണോ 2-3 മണിക്കൂർ മാറ്റിയെന്ന് നമ്മൾ ഒരു ക്ലയന്റ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരവില്ല. പക്ഷേ ദിസ് ഇസ് ഐ ആം ഡൂയിങ് ഇറ്റ് ഫോർ മൈസെൽഫ്. നമ്മുടെ ഒരു മെന്റൽ ഹെൽത്തിന് വേണ്ടിയും ദിസ് ഇസ് വാട്ട് ഈസ് പുട്ടിങ് മീ ടുഗദർ, അല്ല കീപ്പിംഗ് മീ ഇൻടാക്ട് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. നമ്മളുടെ മറ്റ് കാര്യങ്ങളേക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു പ്രോസസ്സ്. ഇപ്പം ചിലപ്പോൾ ചില ഫ്രണ്ട്സ് വന്നിട്ട് ചേട്ടാ നമുക്ക് പുറത്തു പോകാം, അവിടെ പോയി കഴിക്കാം, അല്ലെങ്കിൽ ഇവിടെ പോയി അവിടെ നിങ്ങൾ എന്നെ നശിപ്പിക്കരുത്, നിങ്ങൾ പൊക്കോ, ഞാനില്ല. അപ്പം ചില സമയത്ത് ഐ മൈറ്റ് ബി വെരി ബോറിങ്. പക്ഷെ ഞാൻ ഉണ്ടാകുന്ന സമയത്ത് ഐ വിൽ ചിൽ വിത്ത് ദം, ഐ വിൽ ബി ദ സെന്റർ ഓഫ് എവറിത്തിങ്. പക്ഷെ അല്ലാത്ത സമയത്ത് ഐ നീഡ് ദാറ്റ് ലിറ്റിൽ സ്പേസ് വേർ ഐ എം ജസ്റ്റ് ലെഫ്റ്റ് വിത്ത് മൈസെൽഫ്, ജസ്റ്റ് ഡൂയിങ് മൈ തിങ്. അല്ലെങ്കിൽ മേ ബി റീഡിങ് സംതിങ്, ഒന്നുമില്ലായിരിക്കില്ല, അല്ലെങ്കിൽ വല്ല യൂട്യൂബിൽ ഇന്റർവ്യൂസ് കാണല്, അങ്ങനെയൊക്കെ ചെയ്യും. ദിസ് ഇസ് വാട്ട് ഐ ലേൺ. നമ്മൾ പഠിക്കുന്നതും അബ്സോർബ് ചെയ്യുന്നതൊക്കെ അതിൽ നിന്നാണ്.